ഹലോ, ഇന്ന് ഞാനൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുഷ്കയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബീഫാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാനൊരു അത്യാവശ്യം വലിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 5 മുളക് എടുത്തിട്ടുണ്ട്, അത് നടി കീറി വെച്ചതാണ്. പിന്നെ ഒരു അത്യാവശ്യം വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടും. ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് ചതച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്. അതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ പേസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോറിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് അതിനൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഇറച്ചി പീസ് അല്ല കേട്ടോ ഇട്ടിട്ടുള്ളത്. ഞാൻ എല്ലും നെയ്യൊക്കെ വരുന്ന അങ്ങനത്തെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചോറിലേക്ക് നെയ്യ് വരുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് ചോറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ അത്യാവശ്യം ലോങ് ആയതുകൊണ്ട് ഞാൻ പാർട്ട് 2 ഇടാം കേട്ടോ ബാക്കി.